ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കാവത്ത് പുഴുക്കി കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഈ കാവത്ത് എൻ്റെ വീട്ടിലുണ്ടായതാണ്, വീട്ടിൽ പോയപ്പോൾ ഉമ്മ തന്നാണ്. ഇപ്പോഴും ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ. പ്രത്യേകിച്ച് പൂളക്കിഴങ്ങിനേക്കാളും ഇഷ്ടം കാവത്ത് കഴിക്കാനാണ്. അപ്പോൾ അതായത് മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊലി കളയാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതാ ഞാൻ കഴുകാൻ എളുപ്പം വേണ്ടിയിട്ട് 2 കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് വേറൊരു സംഭവം വയ്ക്കാൻ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം മാത്രമേ പുഴുക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തൊലി ചെത്തുകയാണ്. അപ്പോൾ ഇതിനൊരു വഴുവഴുപ്പുണ്ട്. നമുക്ക് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകണം കേട്ടോ. പണ്ടുള്ളവരുടെയൊക്കെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. മണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ ഈ കാവത്തും അതുപോലെ പൂളക്കിഴങ്ങ് അവരുടെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാണ്. നമുക്ക് ഈ 4 മണിക്ക് ഉള്ള ഒരു നേരം പോക്കിന് കഴിക്കുകയല്ല, അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു ഈ കാവത്തും അതുപോലെ പൂളക്കിഴങ്ങ്. അങ്ങനത്തെയൊക്കെ പൂളക്കിഴങ്ങും കട്ടൻ ചായയും കുടിച്ചെന്നൊക്കെ എൻ്റെ ഉമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതന്നെ 3 നേരം ചിലപ്പോൾ ഉണ്ടാവുക എന്നൊക്കെ. അന്നൊക്കെ ഒരുപാട് അങ്ങനെ തൊടികളിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ ഈ കാവത്ത്. എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഈ കാവത്തൊന്നും. അപ്പോൾ ഇപ്പോഴും ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചിലവർക്കൊന്നും ഇഷ്ടമല്ലാതെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കാവത്തൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ഷേപ്പൊന്നുമില്ല, ഇതിങ്ങനെ കഷ്ണാക്കി മുറിക്കുക. അപ്പോൾ നമുക്ക് വെന്തിട്ട് കഴിക്കാൻ എളുപ്പമാണല്ലോ. ചെറുതാക്കിയൊന്നുമില്ല, അങ്ങനെ വലുതാകുമ്പോൾ നമുക്ക് ഓരോന്നങ്ങനെ എടുത്തിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ കഷ്ണാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ കാവത്ത് മുറിച്ച് വെച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. അപ്പോൾ അതാ പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇടാൻ പോണേ ഉള്ളൂ. ഉപ്പ് ഞാൻ ഇടണേ ഉള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാവത്തങ്ങോട്ട് വേവിച്ചെടുക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനുള്ള ചമ്മന്തി ഉണ്ടാക്കണ്ടേ. അപ്പോൾ കാന്താരി ചമ്മന്തി എന്നൊക്കെ പറയും, പക്ഷേ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടെടുത്തത്. പിന്നെ അതേപോലെ മടിയുള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ വലിയ ഉള്ളി എടുത്തത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെയാണ് ചമ്മന്തിക്ക് ടേസ്റ്റ്. വലിയ ഉള്ളിയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഉള്ളീൻ്റെ ടേസ്റ്റ് നമുക്കറിയാത്തതിന് ഇതേപോലെ നമ്മൾ കൊത്തി അരിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, കുഞ്ഞുകുഞ്ഞീതായിരിക്കുമ്പോൾ ചെറിയ ഉള്ളിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ തോന്നും നമുക്ക് കുഞ്ഞിതായിട്ട് ഇറക്കുമ്പോൾ. ഇനി ഇതൊന്ന് ചതയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് അതിങ്ങനെ കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാവത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ. എല്ലാവിടെയും ഒന്നും വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിത് എല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് നല്ല ഇങ്ങോട്ട് വേവട്ടെ ഇങ്ങോട്ട്. അപ്പോൾ അതാ ഞാൻ എരിവിന് വേണ്ടി 4 പച്ചമുളക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പച്ചമുളക് പോരാണ്ട് എനിക്ക് ഒരെണ്ണം കൂടി വേണം തോന്നിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു. അങ്ങനെ അതൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു നുള്ളു പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പുളിയും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ ഈ ചമ്മന്തിക്ക്. അതായത് നമ്മുടെ ഉപ്പൊക്കെ വാരിയിട്ടിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് ഇട്ടു. ഇനി നമ്മുടേതാണ്ടോ ഈ ചതയ്ക്കുന്നത് എടുത്തിട്ട് മെല്ലെ ഒന്ന് കുത്തി കൊടുക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതയ്ക്കുമ്പോൾ നിങ്ങൾ പാത്രം കാണാൻ നോക്കണം. കനലാത്ത പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി അതൊക്കെ ഞെണങ്ങിപ്പോവും. അപ്പോൾ ഇത് കുറച്ച് കനമുള്ള പാത്രമായിരുന്നു. പിന്നെ ഞാൻ അധികം ഫോഴ്സ് ചെയ്യണില്ല, അധികം അമർത്തണില്ല, ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ മിക്സിയിൽ അടിക്കണേക്കാളും ടേസ്റ്റാണ് കേട്ടോ. മിക്സിയിൽ അടിക്കുമ്പോൾ ആ വെളിയുള്ളി അടിക്കുമ്പോൾ അതിനൊരു ചൊവ്വയാണ്, ആ ചമ്മന്തിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുകൊണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് അരിഞ്ഞതും കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കൊത്തി ചതച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കല്ലുണ്ട്, അതിൽ ചതച്ച് കൊടുക്കാൻ മടിയായിട്ടാണ്, എന്താണ് അറിയില്ല, അതിലൊരു ചതയ്ക്കാൻ ഒരു മടി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡ് ഉണ്ടാവുമല്ലോ അതിലൊക്കെയാണ് ചതയ്ക്കാറ് കേട്ടോ. അത് അവിടെ ഇങ്ങനെ പൂജിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പുളീൻ്റെ കളറും എല്ലാം കൂടി ആയപ്പോൾ ചമ്മന്തിൻ്റെ കളറൊക്കെ മാറി നല്ല ചന്തമുള്ള കളറായിട്ടുണ്ടല്ലേ. ഇതിൽ കാന്താരി കേട്ടോ വേണ്ടത്. കാന്താരി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നമുക്ക് എവിടെ നമ്മുടെ കാന്താരി. അപ്പോൾ നമ്മൾ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനുള്ള മെയിനായിട്ടുള്ള ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ ചമ്മന്തിൻ്റെ ഒരു രൂപം തന്നെ മാറ്റും.
അതിനൊരു തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെളിച്ചെണ്ണ. അത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ടല്ലോ ഈ ചമ്മന്തി കഴിച്ചാൽ പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ല, അതേപോലെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇളക്കി മറിക്കണം അങ്ങോട്ട്. അങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് വെളിച്ചെണ്ണ ഒരു കുറവുണ്ട് തോന്നിയിട്ട് അപ്പോൾ ഒരു നുള്ളും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നുള്ളും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ എന്തുണ്ടായി, ആ ചമ്മന്തിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറി. സൂപ്പർ ടേസ്റ്റായിട്ടോ, അടിപൊളി ചമ്മന്തി കണ്ടാ. ആഹാ എന്ത് ടേസ്റ്റാണെന്നറിയോ, ഇത് കൂട്ടിക്ക് ചോറിനാന്ന് തോന്നുന്നില്ലേ നമുക്ക്. സൂപ്പർ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാവത്ത് വേവിക്കാൻ വെച്ചത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ചതാ വെന്തിട്ടുണ്ട്, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. പൂളക്കിഴങ്ങിൻ്റെ അത്ര വേവും കൂടിയില്ല ഇത്. അപ്പോൾ അതാ നമുക്കത് വെന്തോ മുടക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ ആ ചടങ്ങിലേക്കാണ് ഇനി കിടക്കാൻ പോകുന്നത്. നമ്മുടെ കാവത്തത് ആ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് സ്പൂണിലെടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് വെന്തോന്ന്. എന്നാലും നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല വെന്തോന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാവത്തൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ അതാ ഞാൻ വാഴൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് വാഴൻ്റെ ഇലയിൽ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്കൊരു ഭംഗിയൊക്കെ വേണമല്ലോ കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയും കാവത്ത് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളത് അല്ലേ? പൂളക്കിഴങ്ങും ചമ്മന്തിയും കാവത്തും ചമ്മന്തിയൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഷുഗറുള്ളവർക്ക് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അവർക്ക് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ, എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ കഴിക്കാം. അപ്പം നമ്മൾ ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേരി വലിച്ച് തിന്നാം കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, വളരെ നല്ല സംഭവമാണ്. അപ്പോൾ ഇപ്പുറത്ത് വെച്ചിട്ട് ചന്തല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് കാട്ടി, അപ്പുറത്ത് നടുവിൽ അങ്ങോട്ട് വെച്ചു. നടുവിൽ വെക്കുമ്പോൾ നമുക്ക് പൂക്കളട്ട പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി ആ പാത്രത്തിലുണ്ടായിരുന്ന ചമ്മന്തിക്ക് അങ്ങോട്ട് കൊട്ടിയിട്ടോ, അങ്ങോട്ട് ഇരിക്കട്ടെ അങ്ങോട്ട് ഒരു ചന്തം. ആടാ അടിപൊളി നമ്മുടെ ചമ്മന്തിയും കാവത്തും. ഇനി ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ ആ കുറവ് എന്താണെന്ന് നോക്കിയപ്പോഴാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ കട്ടൻ ചായേൻ്റെ കുറവ് കേട്ടോ. വേഗം പോയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ അങ്ങോട്ട് വെച്ചു. കട്ടൻ ചായ വെച്ച് കുപ്പി ഗ്ലാസ്സിൽ തന്നെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോൾ അതാണ്ട കട്ടൻ ചായയും കാവത്ത് പുഴുക്കിയതായപ്പോൾ പൂർണ്ണമായി, അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇതാണ് കേട്ടോ, സൂപ്പറായിരുന്നു നമ്മുടെ കട്ടൻ ചായയും കാവത്ത് പുഴുക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ എന്നെ സഹിച്ചിരുന്ന് കണ്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ ബായ്.